നമുക്ക് കൊല്ലത്തെ വിവരങ്ങളിലേക്ക് പോകാം. കൊല്ലത്ത് കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു എന്നൊരു പരാതിയുണ്ട്. നമുക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു, 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് നിന്ന് തന്നെ ഉള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വരട്ടി അതാക്കി ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, KSRTC കണ്ടക്ടർ ശ്രീകാന്തിന് മർദ്ദനമേറ്റു എന്നാണ് പരാതി. എന്താണ് അവിടെ സംഭവിച്ചത്? ശക്തമായ സാഹചര്യമാണ് ഉള്ളത്. ജില്ലയുടെ പല KSRTC ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ തടഞ്ഞ സാഹചര്യം, KSRTC ബസ്സുകൾ തടഞ്ഞ സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പത്തനാപുരത്തും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. രാവിലെ കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയ കോട്ടയം ബസ് സമരാനുകൂലികൾ തടഞ്ഞിട്ട സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് മൂന്നാറിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങി ദീർഘദൂര സർവീസും തടഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് യാത്രക്കാർ ഈ KSRTC ബസ് പ്രതീക്ഷിച്ച് വരുന്നതായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം വിജനമാണ്. സമരപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ മിക്ക ബസ് സ്റ്റേഷനുകളിലും ഉള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. ശ്രീകാന്തിനാണ് മർദ്ദനമേറ്റത്. ബസ്സിനുള്ളിൽ കയറി സമരാനുകൂലികൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലം പത്തനാപുരത്ത് ഒരു മരുന്ന് വിതരണ ഗോഡൌണിൽ സമരപ്രവർത്തകർ എത്തുകയും അവിടെ ഗോഡൌൺ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തെക്കൻ മേഖലകളിലേക്കെല്ലാം മരുന്നുകൾ വിതരണം ചെയ്യുന്ന അവരുടെ പ്രധാന ഗോഡൌൺ ആണ്, അത് അടപ്പിച്ചു. അതുപോലെ തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ, കുന്നിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ സമരാനുകൂലികൾ കയറുകയും അവിടെ അടപ്പിച്ച സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ CITU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ജീവനക്കാർ എത്തിയിട്ടും ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസും സമരപ്രവർത്തകരുമായി സംസാരിക്കുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പണിമുടക്കം ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. ശ്രീല. ശരി, കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.